ഹായ് ഓൾ, വെൽക്കം ടു വൺസ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 1 എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതിന്റെ മോഡ്യൂൾ 2ന്റെ ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. മോഡ്യൂൾ 2 നമ്മൾ പഠിച്ച പോർഷൻ എന്ന് പറയുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിരുന്നു. ആ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു സ്ട്രക്ചർ വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഉണ്ടാകും, ആൾസോ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഉണ്ടാകും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒരു പുതിയൊരു ടോപ്പിക്കാണ്. ഇവിടെ പറയുന്ന ടോപ്പിക്ക് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. നമുക്ക് സാധാരണ രീതിയിലുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സോൾവ് ചെയ്യാൻ പുതിയൊരു മെത്തേഡ്, അല്ലെങ്കിൽ ചെറിയൊരു, അതായത് ബേസ് മെത്തേഡിന്റെ ഒരു ചെറിയൊരു ആൾട്ടർനേറ്റീവ് ഫോം, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, സോൾവ് ഡി സ്ക്വയർ പ്ലസ് 1 ഓഫ് വൈ ഈക്വൽ ടു കൊസീക് എക്സ്. സോൾവ് ഡി സ്ക്വയർ പ്ലസ് 1 ഓഫ് വൈ ഈക്വൽ ടു കൊസീക് എക്സ്. എങ്ങനെയാണ് കൊസീക് എക്സിനെ നമുക്ക് ഈ രീതിയിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന ഒരു മെത്തേഡ് വെച്ചാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യനിൽ കൂടെ പറയും ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഉണ്ട്. അപ്പോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇവിടെ കോംപ്ലിമെന്ററി ഫംഗ്ഷനായ സി എഫ് ഉണ്ടാകും, പർട്ടിക്കുലർ ഇന്റഗ്രലായ പി ഐ ഉണ്ടാകും. രണ്ട് കാര്യങ്ങളും ഉണ്ടാകും, രണ്ട് ടേംസും ഉണ്ടാകും. അപ്പൊ രണ്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. രണ്ട് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറാൾ സൊല്യൂഷൻ ആയി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇങ്ങനെയാണ്. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് നമുക്ക് സി എഫ് കണ്ടുപിടിക്കാൻ നോക്കാം. സി എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് മാത്രം മതി? ഈ ടേം മാത്രം മതി, ഡി സ്ക്വയർ പ്ലസ് 1. അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യും? ഓക്സിലറി ഇക്വേഷൻ എഴുതും. അതായത് ഓക്സിലറി ഇക്വേഷൻ ഡിക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? എം. അങ്ങനെയാണെങ്കിൽ എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 അല്ലെ? ഡിക്ക് പകരം എം കൊടുത്തു കഴിഞ്ഞാൽ എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? -1. എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. അതായത് -1ന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഐ ആണ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കേസിന് ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? 0. അതായത് റിയൽ പാർട്ട് ഇല്ല. ബീറ്റ എന്ന് പറയുന്നത് ഐയുടെ കോഎഫിഷ്യന്റ്, അതെന്താണ്? 1 അല്ലേ? സോ അങ്ങനെ വന്നിരുന്ന സമയത്ത് സി എഫ് അഥവാ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് C1 കോസ് ബീറ്റ എക്സ്, അതായത് കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ്. C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ്. ഇതാണ് എന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, ഇനി എനിക്ക് എന്താ വേണ്ടത്? പർട്ടിക്കുലർ ഇന്റഗ്രലാണ് വേണ്ടത്. പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ റിപ്രസെന്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒരു കാര്യമാണ് ആർ ഓഫ് എക്സ്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് വന്നിരിക്കുന്ന ഫംഗ്ഷൻ. അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് അതിന് വേറെ മീനിങ് ഒന്നുമില്ല. ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ആർ എച്ച് എസ് മാർട്ടിലുള്ള ഫംഗ്ഷൻ എടുത്ത് എഴുതുക. കൊസീക് എക്സ്, കൊസീക് എക്സ്, ആർ ഓഫ് എക്സ് കൊസീക് എക്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ടേം കാണുക. ഡബ്ല്യു അതിന് പറയുന്ന പേരാണ് റോങ്സ്കിയൻ എന്ന് പറയും. ഓക്കെ, ഡബ്ല്യു എന്ന് പറയുന്ന ടേം കാണണം. എങ്ങനെയാണ് ഡബ്ല്യു കാണുന്നത്? ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് y1 y2 y1 ഡാഷ് നൗ y2 ഡാഷ്. ഇതാണ് ഡബ്ല്യു കാണേണ്ട ഒരു ഫോർമുല. y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഇതിൽ ഏതാണ് y1, എന്താണ് y2 നോക്കാം. C1ന്റെ കൂടെ വന്നിരിക്കുന്ന ഫംഗ്ഷനെയാണ് ഞാൻ y1 എന്ന് എടുക്കേണ്ടത്. C2ന്റെ കൂടെ വരുന്ന ഫംഗ്ഷനെയാണ് ഞാൻ എന്തായിട്ട് എടുക്കേണ്ടത്? y2 ആയിട്ട് എടുക്കേണ്ടത്. C1ന്റെ കൂടെ വന്നിരിക്കുന്ന ടേമിനെയാണ് ഞാൻ y1 ആയിട്ട് എടുക്കേണ്ടത്. C2ന്റെ കൂടെ വന്നിരിക്കുന്ന ഫംഗ്ഷനെ ഞാൻ y2 ആയിട്ട് എടുക്കണം. സോ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W ഇസ് ഈക്വൽ ടു y1 എന്താണ്? കോസ് എക്സ്. y2 എന്താണ്? സൈൻ എക്സ്. സോ y1 കോസ് എക്സ്, നൗ അടുത്തെന്താ? സൈൻ എക്സ്. പിന്നെ എന്ത് ചെയ്യണം? y1 ഡാഷ്. എന്താണ് ഈ y1 ഡാഷ് എന്ന് പറയുന്നത്? y1ന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. y1ന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പൊ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. സോ മൈനസ് സൈൻ എക്സ്. അതേപോലെ തന്നെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് തന്നെയാണ്. കോസ് എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. എന്നിട്ട് എന്ത് കാണണം? ഡിറ്റർമിനന്റ് കാണണം. സാധാരണ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കാണുന്നത്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, മൈനസ് മൈനസ്. ഓക്കെ, മൈനസ് സൈൻ സ്ക്വയർ എക്സ്, മൈനസ് ഓഫ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, അതായത് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എല്ലായ്പ്പോഴും 1 ആയിരിക്കും. സോ 1. സോ നമുക്ക് കിട്ടി ഡബ്ല്യുവിന്റെ വാല്യൂ എന്താ കിട്ടിയത്? 1 ആണ് കിട്ടിയത്. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പോവുകയാണ്. പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫോർമുലയാണ്. പി ഐ ഇസ് ഈക്വൽ ടു
മൈനസ് y1. ഓക്കെ അല്ലെ? മൈനസ് y1 ഇന്റഗ്രൽ y2 r of x divided by w. മൈനസ് y1 ഇന്റഗ്രൽ y2 r of x divided by w പ്ലസ് y2 ഇന്റഗ്രൽ y1 r of x divided by w dx. ഈ രീതിയിലാണ് ഫോർമുല. മൈനസ് y1 ഇന്റഗ്രൽ y2 r of x divided by w പ്ലസ് y2 ഇന്റഗ്രൽ y1 r of x divided by w dx. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത ഫംഗ്ഷൻസ് അതാത് പ്ലേസിൽ ലൊക്കേറ്റ് ചെയ്യുക. y1 എന്ന് പറയുന്നത് എന്താണ്? cos x. സോ മൈനസ് cos x ഇന്റഗ്രൽ y2 എന്താണ്? y2 എന്ന് പറയുന്നത് sin x. ഓക്കെ അല്ലെ? സോ sin x r of x എന്താണ്? r of x എന്ന് പറയുന്നത് cosec x ആണ്. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ് r of x എന്ന് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞു. cosec x ആണ് r of x. സോ cosec x ഡിവൈഡഡ് ബൈ w. w ഇവിടെ കണ്ടുപിടിച്ചു. എന്താണ്? w 1 ആണ് കിട്ടിയത്. സോ 1 പ്ലസ് പിന്നെന്താ? y2 എന്താണ്? y2 എന്ന് പറയുന്നത് രണ്ടാമത്തെ c2ന്റെ കൂടെ വന്നിരിക്കുന്ന ടേം. അതെന്താണ്? y2 ആണ്. അതെന്താണ്? sin x ആണ്. ഓക്കെ അല്ലെ? സോ sin x ഇന്റഗ്രൽ y1 എന്ന് പറയുന്നത് എന്തായിരുന്നു? y1 cos x ആയിരുന്നു. സോ cos x ഇൻറ്റു r of x അതെന്താണ്? cosec x ഹോൾ ഡിവൈഡഡ് ബൈ 1 dx. ഓക്കെ, cos x cosec x ഡിവൈഡഡ് ബൈ 1. ഇനി sin x ഇൻറ്റു cosec x നോക്കാം. cosec x എന്ന് പറയുന്നത് എന്താണ്? cosec തീറ്റ അല്ലെങ്കിൽ cosec x എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ബൈ sin x ആണ്. ഇത് നമ്മൾ പ്ലസ് ടുവിലെ പഠിക്കുന്ന കാര്യമാണ്. cosec x എന്ന് പറഞ്ഞാൽ 1 ബൈ sin x ആണ്. സോ അങ്ങനെയാണെങ്കിൽ cosec x നെ 1 ബൈ sin x എന്ന് എഴുതാം. ആ sin x ഇവിടുത്തെ sin x തമ്മിൽ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഓക്കെ, ആ ബാക്കി ബാലൻസ് അത് മാത്രം വരും. മൈനസ് cos x ഇന്റഗ്രൽ 1 dx. ഓക്കെ, അത് 1 ആയി മാറും. പ്ലസ് പിന്നെന്താ വന്നിരിക്കുന്നത്? sin x ഇന്റഗ്രൽ പിന്നെന്താ സംഭവിക്കുന്നത്? cos x അതവിടെ ഇരിക്കട്ടെ. cosec x എന്താണെന്ന് ഞാൻ പറഞ്ഞു? 1 ബൈ sin x. അപ്പൊ എന്ത് പറ്റും? cos ബൈ സൈൻ എന്നായി മാറും. എന്താണ് cos ബൈ സൈൻ? cos ബൈ സൈൻ കോട്ട് ആണ്. കോട്ട് എക്സ് ഡി എക്സ്. ഓക്കെ അല്ലെ? കോട്ട് എക്സ് ഡി എക്സ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് തന്നെയാണ്. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോട്ടക്സിന്റെ ഇന്റഗ്രലും ഡയറക്റ്റ് ഫോമിലാണ്. ലോഗ് സൈൻ എക്സ് ആണ്. കോട്ടക്സിന്റെ ഇന്റഗ്രല് ലോഗ് സൈൻ എക്സ്. ഇതാണ് എന്റെ പി ഐ. മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? പി ഐ കിട്ടി. നേരത്തെ ഞാൻ എന്ത് കണ്ടുപിടിച്ചിരുന്നു? സി എഫ് കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ഓവറാൾ സൊല്യൂഷൻ y എന്ന് പറയുന്നത് എന്തായിരിക്കും? സി എഫ് പ്ലസ് പി ഐ എന്നായിരിക്കും. സി എഫ് നേരത്തെ കണ്ടുപിടിച്ചു, ഇപ്പോൾ കിട്ടിയത് പി ഐ ആണ്. രണ്ടും തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്ത കൺസെപ്റ്റ് സി എഫ് നമ്മൾ പഴയതുപോലെ തന്നെയാണ് സി എഫ്. ഓക്കെ, പി ഐ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഡബ്ല്യു എന്ന് പറയുന്ന ടേം കണ്ടുപിടിച്ചു. ഡബ്ല്യു എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിറ്റർമിനന്റ് ഓഫ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. എന്താണ് ഈ y1 ഉം y2? y1 ഉം y2 എന്ന് പറഞ്ഞാൽ c1ന്റെ കൂടെ വന്നിരിക്കുന്ന ടേമാണ് y1, c2ന്റെ കൂടെ വന്നിരിക്കുന്ന ടേമാണ് y2 ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ y1 ഡാഷ് y2 ഡാഷ് എന്തൊക്കെയാണ്? y1ന്റെ ഡെറിവേറ്റീവ് ആണ് y1 ഡാഷ്, y2ന്റെ ഡെറിവേറ്റീവ് ആണ് y2 ഡാഷ്. എന്നിട്ട് സാധാരണ രീതിയിൽ എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലെ? സോ അങ്ങനെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. പിന്നെ നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു പുതിയൊരു ഫോർമുല നമ്മൾ ഇവിടെ യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു മെത്തേഡ് യൂസ് ചെയ്യുകയാണ്. y1 മൈനസ് y1 ഇന്റഗ്രൽ y2 r of x ഡിവൈഡഡ് ബൈ w പ്ലസ് y2 ഇൻറ്റു y1 r of x ഡിവൈഡഡ് ബൈ w. എല്ലാ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. r of x എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്കി എന്ത് ചെയ്താൽ മതി? ഫർദർ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് വന്നു. ഓക്കെ അല്ലെ? സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ കൂടെ തന്നെ സോൾവ് ബൈ യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന രീതിയിൽ ക്വസ്റ്റ്യനിൽ തന്നെ പ്രത്യേകിച്ച് പറയും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലം നമുക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ അല്ലെ? ഈ മെത്തേഡ് യൂസ് ചെയ്യണം എന്ന് സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിരിക്കും. അതിനനുസരിച്ച് തന്നെയായിരിക്കണം നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെയും ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസിന്റെയും ഡിസ്കഷൻസും കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.